ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാഷണൽ അപ്പോസ്തോലിക് മീഡിയയുടെ വചനധ്യാനത്തിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് 34 സങ്കീർത്തനത്തിൻ്റെ ഏതാനും വാക്യങ്ങളാണ്. അതായത് 1 മുതൽ 7, 8 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഈ സങ്കീർത്തനം മുഴുവനും നമുക്ക് ഓരോ വാക്യങ്ങളും എടുത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ദാവീദ് വലിയ കഷ്ടത്തിലായി. അതായത് ശൗലിൻ്റെ അടുത്ത് നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. എവിടെയാണ്? തൻ്റെ ശത്രുക്കളുടെ അടുത്ത് വരെ പോയി അഭയം തേടേണ്ടി വന്നു. ഗത്ത് രാജാവായ ആഖീഷിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അവിടെയുള്ളവർക്ക് ദാവീദിനെ അവിടെ സ്വീകരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായി. കാരണം ശൗലിൻ്റെ ആളാണെന്നറിയാം, ശത്രുപക്ഷത്തു നിന്നുള്ളതാണെന്നറിയാം. അപ്പോഴവർ അവരുടെ രാജാവിനോട് പറഞ്ഞു, ഇവൻ ശൗലിൻ്റെ ആളാണ്, അവനെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ദാവീദിന് ഗതിയില്ല അവിടെ നിൽക്കാനായിട്ട്. ആഖീഷ് വലിയ എതിരൊന്നും പ്രകടിപ്പിച്ചില്ല. എങ്കിൽ തന്നെയും ദാവീദ് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, താൻ ബുദ്ധിഭ്രമം അഭിനയിച്ചു. അതായത് തുപ്പലൊക്കെ തൊട്ട് ആ ഡോറയിലൊക്കെ ഇങ്ങനെ പുരട്ടി തുപ്പലൊക്കെ താടിയെ കൂടെ ഒലിപ്പിച്ച് ഒരുമാതിരി ഒരു ബിഹേവിയർ ചെയ്തു. കാരണം തനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, നിങ്ങൾക്ക് ഞാനൊരു ചലഞ്ചൊന്നുമല്ല എന്ന് ഉള്ള വിധത്തിൽ കാണിക്കത്തക്കവണ്ണം. അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ എന്താ, ആഖീഷ് പറഞ്ഞു, ഈ ഭ്രാന്തനെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത്? ഇവിടെ നമുക്കിഷ്ടം പോലെ ഉണ്ടല്ലോ ഭ്രാന്തന്മാർ, ഇവനെ പറഞ്ഞു വിട്. അങ്ങനെ ദാവീദ് അവിടുന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന വഴിക്ക് ദാവീദ് പാടിയ പാട്ടാണിത്. അതായത് എങ്ങനെ ശത്രുവിൽ നിന്നും കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചു. ഇപ്പം നമ്മൾ ചിന്തിച്ചേക്കുമായിരിക്കും, ദാവീദിൻ്റെ അങ്ങനെയുള്ള ആ പെരുമാറ്റമൊന്നും ശരിയായില്ലെന്ന്. എന്നാൽ തൻ്റെ ഉദ്ദേശത്തെ ദൈവം മാനിച്ചു. എന്ന് വെച്ചാൽ തൻ്റെ ഉള്ളിൽ അപ്പോഴും അങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ തന്നെയും ദൈവത്തിലുള്ള ആശ്രയം, പരിപൂർണമായ ആശ്രയമാണ് ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നും വന്നത്. ആ ഹൃദയത്തെ കണ്ട ദൈവം ദാവീദ് ആ ചെയ്ത തെറ്റ് ക്ഷമിച്ചുവെന്ന് വേണം പറയാൻ. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്, ഞാൻ എപ്പോഴും യഹോവയെ വാഴ്ത്തും, എല്ലാ കാലത്തും അവൻ്റെ സ്തുതി എൻ്റെ നാവിന്മേലിരിക്കും. കാരണം ഇപ്പം രക്ഷപ്പെട്ടത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്നറിയാം. അതുകൊണ്ട് പറയുകയാണ്, എന്നോട് ചേർന്ന് കൂടെ. അപ്പം കൂടെയുള്ളവരാരാ? അത് കഴിഞ്ഞപ്പം കുറച്ച് ആളുകളെയൊക്കെ കിട്ടി, 100-400 പേര്. അവരെങ്ങനെയുള്ളവരാണെന്നറിയണ്ടേ? അവർ ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഇവരെല്ലാം ദാവീദിൻ്റെ കൂടെ വന്ന് കൂടി. അപ്പോൾ അവരും എന്തുവാ, അവരുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമോ ഒന്നുമില്ല. അപ്പം ദാവീദ് അവരെ നോക്കി പറയുക, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, ദൈവമുഖത്തേക്ക് നോക്ക്. ദൈവമുഖത്തേക്ക് നോക്കിയാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതമായി തീരും. അതായത് അവൻ കരുണയുള്ളവനാണ്. കരുണയുള്ള ദൈവം നമ്മെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രയാസങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ കഴിവിലൊന്നും പ്രശംസിപ്പാനില്ല. നമ്മുടെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കട്ടെ. എന്നോട് ചേർന്നവനെ മഹത്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്നെ തന്നെ. അത് മാത്രമാണോ? നമുക്ക് വേണ്ട സംരക്ഷണം ദൈവമാണ് നൽകുന്നത്. ഏത് ശത്രുവിൻ്റെ മുൻപിൽ പെട്ടാലും യഹോവയ്ക്ക് അവൻ്റേതായ വഴികളുണ്ട് നമ്മെ വിടുവിക്കാനായിട്ട്. അപ്പോൾ യഹോവ കേട്ട് അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. എന്താണ്? സ്വന്തം അനുഭവമാണ് പറയുന്നത്. പിന്നീട് പറയുന്നു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു.
പിന്നീട് പറയുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാക്യം: യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അതായത് രുചിച്ചറിയാൻ, അതായത് ദൂരെ നിന്ന് കണ്ടോ അല്ലെങ്കിൽ ഒരു ഭക്ഷണ സാധനം നമ്മുടെ നാവിൽ വെച്ച് നാം കഴിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു നല്ല സ്വാദ് നമുക്ക് ആസ്വദിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, നിങ്ങൾ യഹോവയെ ഒന്ന് രുചിച്ച് നോക്ക്. രുചിച്ച് നോക്കുമ്പോൾ എത്ര മാധുര്യമുള്ളവനാണ്, എത്ര കരുണയുള്ളവനാണ് അവനെന്ന് അപ്പോൾ മാത്രമേ നിങ്ങൾ അറിയാനിടയാകത്തുള്ളൂ എന്ന് പറഞ്ഞ് ദാവീദ് കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതാണ്. ദൈവമക്കളെ, ഇത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെയും ജീവിതത്തിൽ. നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിൽ തന്നെയും ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മെ കടാക്ഷിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവൻ്റെ സാന്നിധ്യത്തിൽ വന്ന് അവനിൽ ആശ്രയിക്കുമ്പോൾ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അങ്ങനെ ആ സന്തോഷം അനുഭവിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്. സ്തോത്രം.